Okay. So let us continue. Let's continue. In the same page number, I think it's 108, 108. Third paragraph. On the left side of the shed sat two massive bulls with a pile of hay in front of them. The bulls were chewing the hay and showed no reaction to the sudden appearance of the boys. You see, on the left side of the shed, means cow shed, sat two massive bulls. What is massive? Very huge. Massive means very huge. ഭയങ്കരന്മാര് bulls. Bulls, you know, no? Bulls, അറിയത്തില്ലേ? കാള, yes, കാളകൾ. Bullseye അറിയാവോ? Bullseye? Do you know bullseye? Yes. Yes. എന്താ അത്? കാളയുടെ കണ്ണുകൾക്ക് നമ്മൾ ബുൾസൈ എന്ന് പറയും. അതൊക്കെ വേറെ ബുൾസൈ ഉണ്ടല്ലോ. മുട്ട ഉണ്ടാക്കുന്നേ. കറക്റ്റ്. ഓംലെറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുട്ട കൊണ്ട് പൊട്ടിക്കാതെ നമ്മളിങ്ങനെ എന്താ പറയുന്നത്, അത് ഉടയ്ക്കാതെ നേരെ പൊട്ടിച്ചൊഴിച്ചിട്ട് കാളയുടെ കണ്ണ് പോലെ ഇരിക്കുന്നത് ബുൾസൈ എന്ന് പറയുന്നത് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. ഐ തിങ്ക് യെസ്. ഓക്കെ. So that's it. On the left side of two massive bulls with a pile of hay in front of them. Pile of hay. ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ hay കച്ചി കൂട്ടി വെച്ചിരിക്കുക. The bulls were chewing the hay. Chewing gum. What is chewing gum? ചവച്ചോണ്ടിരിക്കുന്ന. ഫേസിന് ഭയങ്കര എക്സസൈസ് ആണെന്നാ പറയുന്നത്, നല്ലതാന്നാ പറയുന്നത്. ചിലർ പറയും, ചിലർ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിക്കാൻ സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതാണെന്ന് പറയുന്നവരും ഉണ്ടാകാം, എനിക്കറിയത്തില്ല. ഏതായാലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ചവച്ചോണ്ടിരിക്കും. നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരും ഫുട്ബോൾ കളിക്കാരും ഒക്കെ ഇടയ്ക്ക് ചവച്ചോണ്ടിരിക്കുന്ന കാണാം. കണ്ടിട്ടുണ്ടോ? അതൊരു ഫേഷ്യൽ ഒരു എക്സസൈസ് ആണെന്നാണ് പറയുന്നത്. ഏതായാലും ചൂയിങ് ഗം. ചൂ മീൻസ് വാട്ട്? ചവയ്ക്കുക. വീട്ടിൽ പശു അല്ലെങ്കിൽ ആട് ഉള്ള എത്ര പേരുണ്ട്? ജസ്റ്റിന്റെ വീട്ടിലുണ്ടോ? ഓക്കെ. ഏതായാലും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ പശു അല്ലെങ്കിൽ കാള അല്ലെങ്കിൽ ഈ പറയുന്ന പോത്ത്, ആട്, ചെമ്മരിയാടൊക്കെ കണ്ടിട്ടുണ്ട്. യു ആർ സീൻ ദാറ്റ്. യെസ്. ഹാവ് യു നോട്ടീസ്ഡ് any difference in their way of eating? എന്താ? അതെ, ചുമ്മാ ഇരിക്കുമ്പോൾ ചവച്ചോണ്ടിരിക്കും. എവിടെയെങ്കിലും പുല്ല് തിന്നാനൊക്കെ കൊണ്ട് കെട്ടുവോ അല്ലെ അഴിച്ചുവിടുകയോ ചെയ്യുകയാണെങ്കിൽ അതുങ്ങൾ പെട്ടെന്നാ കഴിക്കുന്നത്. അന്നേരം ചവയ്ക്കുകയല്ല, ജസ്റ്റ് കടിച്ച് നേരെ വിഴുങ്ങുക മുഴുവൻ. അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഫ്രീ ടൈമിൽ ഇങ്ങനെ ഒരു ആടിനെ നോക്കി ശരിക്കും കാണാം, ഇങ്ങനെ ഒരു ഉണ്ട ഇങ്ങനെ കയറി വരും. അതിങ്ങനെ പിന്നെ ചവച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ. ആടും പശു അല്ലാതെ. അത് കഴിഞ്ഞിട്ട് അതങ്ങ് ഇറക്കി വിടും. അത് ശരിക്കും ചവച്ചരച്ച് ഇറക്കുന്നത്. പിന്നെ രണ്ടാമത് പിന്നെ ഇങ്ങനെ ഒരു ഉണ്ടയും കൂടെ കയറി വരും. കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോട്ടീസ് ചെയ്തോ? അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, അതിന്റെ വേ ഓഫ് ഈറ്റിംഗ് ആണ്. സമയം കുറച്ചേ പുറത്ത് സമയം കിട്ടുള്ളൂ, അതുകൊണ്ട് മാക്സിമം കഴിക്കും. അത് മുഴുവൻ സ്റ്റോർ ചെയ്യും, പിന്നെയാണ് ചവച്ചരയ്ക്കുന്നത്. ആ സമയത്ത് ചവയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുഴുവൻ തിന്നാൻ പറ്റില്ല, അതുകൊണ്ട് അന്നേരം ചവയ്ക്കാത്തത്. അതേസമയം നമ്മുടെ ഡോഗോ അല്ലെങ്കിൽ ക്യാറ്റോ പോലുള്ള ആനിമൽസ് എങ്ങനെയാ? അത് അന്നേരം തന്നെ മുഴുവൻ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ കഴിച്ച് അല്ലെങ്കിൽ ചവച്ച് നേരെ വിടുക. പിന്നെ അല്ലാതെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഓക്കെ. ഏതായാലും ചൂയിങ് ഗം നിങ്ങൾക്കറിയാം. മഞ്ച് തുടങ്ങിയ പോലത്തെ മഞ്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത് കിറ്റ്കാറ്റ് പോലുള്ള ചോക്ലേറ്റ്സ് അറിയാലോ. അതും ഈ പറയുന്ന കുറച്ച് ക്രഞ്ചിയാണ്. ക്രഞ്ചി മഞ്ച് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ലേ? അപ്പൊ മഞ്ചിങ് അല്ലെങ്കിൽ ക്രഞ്ചിങ്, ചൂയിങ് ഇതെല്ലാം ആ കൂടെ വരും. Chewing the hay and showed no reaction to the sudden appearance of the boys. അവിടെ ബോയ്സ് വന്നിട്ട് യാതൊരു മാറ്റവും ഇല്ല. In the extreme right hand corner, the elephant calf was tied to a stout bamboo pole. Extreme right hand corner, the elephant calf was tied to
stout bamboo pole, ഒരു ഭയങ്കര ഒരു നല്ല ഉറപ്പുള്ള ബലമുള്ള ഒരു മുളയിൽ കെട്ടിവെച്ചിരിക്കുക. Its fore and hind legs were hobbled with ropes. Fore and hind legs, മുമ്പിലത്തെയും പുറകിലത്തെയും കാലുകള് എന്ത് ചെയ്തിട്ടുണ്ട്? വടം ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. And the rope around its neck was tied to the pole. കഴുത്തെ കൂടെ ഉണ്ട്, അതും പോളിലേക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അനങ്ങാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് അതുള്ളത്. It made no sign that it was aware of the 3 boys either. ഈ 3 ബോയ്സ് അവിടെ വന്നതിനെ കുറിച്ച് ഈ നമ്മുടെ എലിഫന്റ് കാഫും ഒരു ഇൻഫർമേഷനും കൊടുത്തില്ല. അതിനും തോന്നിയില്ല. കാരണം അവിടെ ഇതുങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്നോ ഒന്നും അതുങ്ങൾക്കും അറിയത്തില്ല. ഓക്കെ, they threw the torch beam on the baby's face. The 3 youngsters almost exclaimed aloud. The baby was crying softly. You see, the torch beam was lit on the face of the baby calf. The 3 youngsters almost exclaimed aloud. അവർ ഒച്ചത്തിൽ എക്സ്ക്ലെയിം ചെയ്തു. എന്താ? The baby was crying softly. അതിന് ഭയങ്കര കരച്ചിൽ. ആന കരയുന്നത് കണ്ടിട്ടുണ്ടോ? ആന അല്ലെങ്കിൽ പശു, ആനനെ കണ്ടിട്ടില്ലേ? ആന അമ്പലത്തിലൊക്കെ വരുമ്പോൾ കാണാം മിക്കവാറും, അല്ലേ? അപ്പോൾ എന്താണ് ഉണ്ട്, ഇതിൽ കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്ന പോലെ നമുക്ക് ചെറിയൊരു പാട് കാണാം. അതിപ്പോ ഈ പറഞ്ഞ പോലെ കരയുന്നതായിരിക്കില്ല, എങ്കിലും ഇന്നേ വേ നമുക്കത് ആ രീതിയിൽ വേണേൽ ചിന്തിക്കാം. പശുക്കളാണേലും ഇതിന്റെ ഇങ്ങനെ കണ്ണീര് ഒഴുകുന്ന പോലെ കാണാം. Crying softly, a stream of tears was pouring down its face. ഇതെന്തായാലും ശരിക്കും കരയുക. എന്തുകൊണ്ടായിരിക്കും ഈ ആന അവിടെ ഭയങ്കരമായിട്ട് കരയുന്നത്? വെരി ഗുഡ്, അതിന്റെ അമ്മേനെ കാണാത്തോണ്ടാണ്. ചെറിയ കുഞ്ഞ. The boys tiptoed up to the elephant calf and gently stroked its back. മെല്ലെ കണ്ടോ, ഓമാര് നല്ല എന്താ പറയുന്നത്, നല്ല ആക്റ്റീവ് പിള്ളേരാ 3 പേര്. ഓമാര് 3 പേര് ചെന്നു, എന്നിട്ട് ഇങ്ങനെ ആനയുടെ ടിപ്ടോ ചെയ്തെത്തി. എന്താ ടിപ്ടോ? ക്യാറ്റ് വാക്ക് എന്ന് കേട്ടിട്ടില്ലേ? മൂൺ വാക്ക് അല്ല, ക്യാറ്റ് വാക്ക്. പൂച്ച നടക്കുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ? ഭയങ്കര ഒട്ടും ഒച്ചയിടാതെ, അതായത് കരിയിലേക്കൂടെ നടന്നാൽ പോലും അത് ഒച്ചയിടാതെയാ പോകുന്നത്. ഇങ്ങനെ നഖം കുത്തിയാ പോകുന്നത്. ഭയങ്കര എന്തിനേലും പിടിക്കാനൊക്കെയാണ് പ്രത്യേകിച്ച്. അതാണ് ടിപ്ടോ. ഇവിടെ ടിപ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെരുവിരലെ കുത്തി മെല്ലെ ഒച്ച ഉണ്ടാക്കാതെ പോകുന്നതിനാണ്. ആൻഡ് അവര് ചെന്നു, എന്നിട്ട് ആനക്കുട്ടിയുടെ പുറത്ത് ഇങ്ങനെ തടവി, ഇങ്ങനെ സ്ട്രോക്ക് ഹിസ് ബാക്ക്. ബബൂൾ വൈപ്ഡ് ഹിസ് ടിയേഴ്സ് വിത്ത് ദി എൻഡ് ഓഫ് ഹിസ് ഷർട്ട്. അവന്റെ ഷർട്ടിന്റെ അറ്റം കൊണ്ട് അവൻ ആനക്കുട്ടിയുടെ കണ്ണുനീര് തുടച്ചു. The calf responded by curling its trunk around the boy in a gesture of affection. കണ്ടോ? അന്നേരം ആനക്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആനക്കുട്ടിക്ക് അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആനക്കുട്ടി അതിന്റെ തുമ്പിക്കൈ എടുത്ത് ഇങ്ങനെ അവനെ ചുറ്റിപ്പിടിച്ചു. അഫെക്ഷൻ കാണിച്ചതാ. നമ്മളാണ് എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടും. കാരണം സാധാരണ ആന തുമ്പിക്കൈ കൊണ്ട് എന്താ ചെയ്യാറ്? ഇങ്ങനെ ചുറ്റി എടുത്ത് ഒറ്റ ഏറുണ്ടാവും. പിന്നെ from the belt around his waist, John D. brought out a curved knife with a wooden handle ഉള്ള ഒരു curved knife, ഒരു അരിവാള് പോലത്തെ ഒരു കത്തി ജോൺ ഡി എടുത്തു. Such knives used to chop betel nuts. Betel nut are common in every household in the region. മുറുക്കാനൊക്കെ എന്താ പറയുന്നത്, മുറുക്കാൻ നമ്മുടെ അടയ്ക്കൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സൈസ് ഒരു തരം കത്തിയ. മുറുക്കുന്നവര് വീട്ടിലുണ്ടെങ്കിൽ അറിയാം. വലിയ ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുറുക്കില്ലേ, മുറുക്ക് വെറ്റിലയൊക്കെ കൂട്ടി മുറുക്കുന്നതില്ലേ, അപ്പൊ അതിന്റെ മുറിക്കാൻ വേണ്ടി ഒരു തരം കത്തിയുണ്ട്. ഏതാണ്ട് ആ മോഡല്. Such knives used to chop betel nut are common in every household in the region. The knife was armed with a similar knife too.
The knife was armed with a similar knife. അവന്റെ കയ്യിലും അതുപോലത്തെ ഒരു കത്തി ഉണ്ടായിരുന്നു. Together they hacked at the loops of the rope to give the cut end a frayed look. Ragged, tattered look. അതാണ് പറയുന്ന frayed look. അപ്പൊ എന്താ അതുകൊണ്ട് രണ്ടുപേരും ആനക്കുട്ടിയെ കെട്ടിയിരുന്ന കയറിങ്ങനെ പകുതി മുറിച്ചു വെച്ചു. പകുതി മുറിച്ചു, മുഴുവൻ മുറിച്ചില്ല. To have cut the ropes cleanly would have given the game away. Given the game away എന്ന് പറഞ്ഞിട്ട് made it clear to others. ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും. ഇവിടെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മുഴുവൻ മുറിച്ച് രക്ഷിച്ചാൽ ആരോ വന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് പോയതാണെന്ന് മനസ്സിലാവും. പകുതി മുറിച്ച് വെച്ചാൽ ബാക്കി ആന തന്നെ പൊട്ടിച്ചോളും. അപ്പൊ പൊട്ടിച്ചോണ്ട് പോയതാണെന്ന് ഓർത്തോളും. മനസ്സിലായില്ലോ? അവന്മാരുടെ ട്രിക്ക് മനസ്സിലായോ? മുഴുവൻ മുറിച്ചാല് അത് അവര് ആരോ വന്ന് രക്ഷിച്ചുകൊണ്ട് പോയതാണെന്നും പിന്നെ അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും. ഇതാകുമ്പോൾ പകുതി മുറിച്ച് വെച്ചാൽ ബാക്കി ആന തന്നെ ചെയ്തോളും, ആനക്കുഞ്ഞ്. They wanted to give the impression that the baby had succeeded in snapping its fetters and had escaped without any outside help. പുറത്തുനിന്നുള്ള ആരുടെയും സഹായമില്ലാതെ ആനക്കുട്ടി രക്ഷപ്പെട്ടു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ. Strangely enough, the elephant calf offered no resistance. Elephant calf സാധാരണ എങ്ങനെ ചെയ്യുമ്പം ആനയൊക്കെ ആണെങ്കിൽ അടങ്ങിയിരിക്കുമോ? ഇല്ല. ഇവിടെ ആനക്കുട്ടി അതിനെ രക്ഷിക്കാൻ വന്നതാണെന്ന് മനസ്സിലായ പോലെ തന്നെ വളരെ സൈലന്റ് ആയിട്ട് എല്ലാം നിന്നു കൊടുത്തു. It was as if it had sensed that the boys were there to help. ബോയ്സ് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്ന് അതിന് മനസ്സിലായ പോലെയുണ്ട്. ബബൂൾ kept stroking its back to soothe it. അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബബൂൾ ഇങ്ങനെ അവന്റെ മേത്ത് ഇങ്ങനെ തടവിക്കൊണ്ടുവരുന്നു. Just then one of the bulls, which had so far taken no interest of the proceedings, let out a loud bellow. പെട്ടെന്ന് ഈ തീറ്റയിൽ മുഴുകിയിരുന്ന കാളകളിൽ ഒരെണ്ണം ഭയങ്കര ഒരു അലറി. അതുവരെ യാതൊരു മൈൻഡും ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു അലർച്ച. ഔട്ട്സൈഡ് ദ ഗാർഡ് woke up, muttered something and jumped to his feet. പുറത്ത് നമ്മുടെ ഒരു തടിയൻ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഗാർഡ്. ഈ ഒച്ച കേട്ടോണ്ട് അവൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. The boys were totally exposed. ബോയ്സിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ exposed. The empty shed offered no cover. ഒളിച്ചിരിക്കാൻ ആ ഷെഡിൽ സ്ഥലമില്ല. Set the baby free, John D said in a nervous whisper. ഒരു ചെറിയ മന്ത്രിക്കുക നമ്മൾ പറയല്ലേ, മന്ത്രിച്ചു. ജോൺ ഡി മന്ത്രിച്ചു. എന്താ ആനേനെ വേഗം അഴിച്ചു വിട്ടോ. He's our only chance. അവനാണ് നമ്മുടെ ഒരേ ചാൻസ്. നമ്മളെ പിടിക്കാതിരിക്കണമെങ്കിൽ അവനെ ഇപ്പൊ അഴിച്ചു വിടണം. With a startled cry, the elephant calf shot off like an express train. രാജധാനി എക്സ്പ്രസ് കണ്ടിട്ടുണ്ടോ? ട്രെയിൻ കണ്ടിട്ടില്ലേ? പാസഞ്ചർ ട്രെയിനുകളുണ്ട്, സാധാരണ മെല്ലെയാ പോകാറ്, അധികം വലിയ സ്പീഡൊന്നും ഉണ്ടാകില്ല. എക്സ്പ്രസ് ട്രെയിൻ ഉണ്ടാകും, സമയം നല്ല സ്പീഡായിരിക്കും. രാജധാനി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളാണ്, ഭയങ്കര സ്പീഡാ. നമ്മളിപ്പം പയ്യന്നൂർ സ്റ്റേഷനിലൊക്കെ പോയി നിൽക്കുവാണെങ്കിൽ ചെറിയൊരു മൂളിച്ച് ഒരു ഭയങ്കര ഒച്ചയും ഒരു വിറയും കേൾക്കുള്ളൂ, അത്ര സ്പീഡിലാണ് പോവുക. അതുപോലെ തന്നെ ലൈക്ക് an express train, the elephant calf shot off like an express train. It ran through the door and rammed straight into the guard, pushing him aside. ഇടത്തെ സൈഡിലെ 108 പേജിൽ ഒരു പടമുണ്ട്. ആനക്കുട്ടി ഓടുന്നതും കാണാം, ഒരുത്തം പറന്നു പോകുന്നതും കാണാം. ആരാ പറക്കുന്നത്? അതാണ് നമ്മൾ ഇപ്പൊ വായിച്ച ഭാഗം. ഗാർഡാണ്, ഗാർഡ്. Rammed straight into the guard, pushing him aside. The man, not quite sure what had hit him, let out a yell of alarm as he fell. എന്താണ് അവനെ വന്ന് ഇടിച്ചതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ അയാൾക്ക് മനസ്സിലായില്ല. അതിനു മുമ്പേ അയാൾ ഒരു കാർച്ച് വെച്ചു കൊടുത്തു.
He was, however, not hurt and was up in a second. അവന് മുറിവൊന്നും പറ്റിയില്ലായിരുന്നു, അതുകൊണ്ട് അയാൾ ചാടി എഴുന്നേറ്റ് വീണ്ടും. Dashing after the fleeing baby. Baby elephant ഒറ്റ പോക്ക അതിന്റെ പുറകെ പോയി അയാളും. The calf ran straight towards the gate. Finding it closed, it ran along the fencing that surrounded the compound. The four boys, finding the guard fully occupied with the escaping animal, lost no time. They were out of the shed like lightning. മിന്നല് പോലെ അവര് പുറത്തെത്തി, boys. They cut across the empty backyard to the fence with their on the left. The harried guard was yelling in his head out. അവൻ അവിടെ കിടന്ന്, നമ്മുടെ ഗാർഡ് അവിടെ കിടന്ന് തല തല്ലി ഒച്ചയിടുന്നുണ്ട്. The three boys scaled the fence in one swift movement and ran to the gate. പെട്ടെന്ന് 3 ബോയ്സും കൂടെ ഒറ്റ ഓട്ടം ഗേറ്റിലേക്ക്. They waited under cover just outside the gate and watched the fun. ഗേറ്റിൽ ഇങ്ങനെ അവർ ഒളിച്ചിരുന്നിട്ട് അവരിങ്ങനെ ഫൺ കാണുക. The elephant calf was leading the man on a merry chase. Escaped, escaped, the guard shouted as he ran. ഇതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഗാർഡ് എന്താ ഷൗട്ട് ചെയ്യുന്നത്? എസ്കേപ്ഡ്, എസ്കേപ്ഡ്. ആര് എസ്കേപ്പ് ചെയ്തു എന്നാ പറയുന്നത്? Elephant. Yes. The elephant's calf has escaped. Someone lit a lantern within the hut and the front door burst open. Front door open ചെയ്തു, ഒരു ലാന്റേൺ പിടിച്ച് ആരാണ്ട് ഇറങ്ങി വന്നു. എന്താ, വാട്ട് ഈസ് ലാന്റേൺ? ഒരു തൂക്കുവിളക്ക്. തൂക്കുവിളക്കാൻ ലാന്റേൺ. ഓക്കെ. Nalia and 2 others rushed out and joined the furious chase. ഇവനെ ആനക്കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നാലിയയും വേറെ 2 ഗാർഡുകളും കൂടി വന്നു. Round and round the baby went with the men in hot pursuit. പിടിക്കാനുള്ള പോക്കാണ് pursuit. The walls of the hut were weak, being made of spliced bamboo. ഇങ്ങനെ മുള പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ് എന്ത്? അതുകൊണ്ടാണ് വാൾ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, കണ്ടിന്യൂ. The elephant calf did not know its own strength. It crashed straight into the wall, went through it as if it were made of paper. എലിഫന്റിന് അതിന്റെ ശക്തി അറിയത്തില്ലായിരുന്നു. നമ്മുടെ വാളിലേക്ക് ഒറ്റ ഇടി, പേപ്പർ കൊട്ടാരം തകർക്കുന്നത് പോലെ അല്ലെങ്കിൽ ചീട്ട് കൊട്ടാരം തകർക്കുന്നത് പോലെ അതെല്ലാം ഇടിഞ്ഞു വീണു. Went through it as if it were made of paper. Crashed through a couple of inner walls, hit the outer wall on the opposite side and rushed out of the house. വീട് മുഴുവൻ ഇടിച്ചു നിരത്തി അവൻ, എന്നിട്ട് പുറത്തേക്ക് ഓടി. Get the kungi, the trained elephant. കുങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുങ്കിയാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻഡ് എലിഫന്റ് ആണ്. അപ്പൊ ആ ട്രെയിൻഡ് എലിഫന്റ് കുങ്കിനെ എടുത്തോണ്ട് പോലെ ട്രെയിൻഡ് എലിഫന്റ് നാലിയ ബാർക്ക്ഡ്. സാധാരണ ആരാ ബാർക്ക് ചെയ്യുന്നത്? ആരാ? അതെ, പട്ടി. ഡോഗാണ് സാധാരണ ബാർക്ക് ചെയ്യാറ്. പക്ഷെ ഇവിടെ നാലിയ ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് അരിശം വന്നിട്ട് അയാൾ കുരച്ചു എന്ന് അർത്ഥം, വെറുതെ ഷൗട്ട് ചെയ്തു. We will have to rob the calf. We must do something, Babul said urgently. If they bring the kungi, which they should have done in the first place, the calf doesn't stand a chance. കുങ്കി ആനയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യണം. Come, said Danai. I know a trick that might work. ഒരു ട്രിക്ക് എനിക്കറിയാം, അത് മിക്കവാറും വർക്ക് ചെയ്യും. Danai put 2 fingers to his mouth and let out a piercing whistle. This was a trick his father had taught him. നമുക്കറിയാം, പിള്ളേരൊക്കെ ചെയ്യുന്നതാണുണ്ട്, ഇങ്ങനെ 2 വിരൽ ഇങ്ങനെ വായിലേക്ക് വെച്ചിട്ട് ഒറ്റ വിസിലടി ഉണ്ട്. അങ്ങനെ ഒരു വിസിലടിച്ചു, അവന്റെ ഫാദർ പഠിപ്പിച്ചതാ. This was a trick that his father had taught him.
The effect of the whistle on the baby elephant was electric. അത് കേട്ടതും നമ്മുടെ ബേബി എലഫന്റിന് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചതുപോലെ അത്ര ഇത് എഫക്റ്റ് വന്നു. With great speed it took off in the direction from which the whistle had come. വിസിൽ വന്ന ഡയറക്ഷനിലേക്ക് അത് ഒറ്റ ഓട്ടമാണ്. It raised to the place where its three friends waited. അതിന്റെ മൂന്ന് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്ത് നമ്മുടെ മൂന്ന് പേര് ധനയും ബബൂളും ജോണ്ടിയും വെയിറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ഓടി. The boys gave it a hurried but affectionate welcome. ഭയങ്കര ഒരു വെൽക്കം കൊടുത്തു. Then Baboon and Danai led the baby elephant further into the sanctuary. ബബൂളും ധനയും കൂടെ ബേബി എലിഫന്റിനെ സാങ്ച്വറിയിലേക്ക് കാട്ടിലേക്ക് കൊണ്ടുപോയി. While Jondi stayed back to set up a trap for Nalia and his men. ജോണ്ടി അവിടെ നിന്നു. എന്തിനാ? പുറകെ ഓടി വരുന്ന നലിയയ്ക്കും അവന്റെ ഗാർഡിനും ഒക്കെ കുറച്ച് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു കെണി കൊടുക്കാൻ. Danai and Babul with the baby elephant in tow had set a smart pace, but they had to slow down further ahead to find out the location of the mother elephant. Mother elephant വരാൻ വേണ്ടിയിട്ട് അതിന്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് സ്ലോ ഡൗൺ ചെയ്തു. As if to help them, the mother let out a trumpet which sounded loud and clear. അന്നേരം മദർ എലിഫന്റ് അവിടുന്ന് ഒരു ചിഹ്നം വിളിച്ചു. The baby recognized her call and responded immediately. With a joyous squeal, it broke loose from the boys and rushed towards his mother across the open ground. ഒറ്റ ഓട്ടം, അമ്മയുടെ ഒച്ച കേട്ട സ്ഥലത്തേക്ക് ഒറ്റ ഓട്ടം. The mother saw her calf and expressed her delight with a furious trumpet. നമ്മുടെ മോൻ വന്നപ്പോഴത്തേക്കും അമ്മ ഒറ്റ സന്തോഷം കൊണ്ടൊരു ചിഹ്നം വിളിച്ചു. The baby was safe now. The mother would protect it and Nalia would be in for a surprise. Baby elephant ഇപ്പൊ സേഫ് ആയി, അമ്മ ഇനി അതിനെ സംരക്ഷിച്ചോളും. And Nalia would be in for a surprise. എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഇത് രക്ഷപ്പെട്ടു എന്ന സർപ്രൈസിൽ ആശ്ചര്യത്തിലായിരിക്കും ആര്? നാലിയ. ഓക്കെ, അരൂപ് കുമാർ ദത്ത എഴുതിയ ഒരു സ്റ്റോറിയാണ്, വെരി ഇൻട്രസ്റ്റിംഗ് ടു. It looks like a real one. Now you see, take the most appropriate options. The elephant herd had entered the village to get away from the poachers, get the paddy crop, eat the bananas and sugarcane, look for missing calf. എന്തിനാണ് വന്നത്? To eat the paddy crop. Tick. To eat the paddy crop. Next, Danai, Babul and Jondi had looks of dismay on their faces because a man was guarding the cowshed. The guard was blocking the entrance. They could not see clearly. The baby elephant was in the shed. The baby elephant was in the shed. The elephant calf was crying because it did not like the torch beam on its face. Was happy to see that three boys had been separated from its herd. Was injured. C had been separated from its herd. The calf expressed its love for Babul by trumpeting loudly, crying gently, offering no resistance, curling its trunk around him. D, curling its trunk around him. Yes. The guard was harassed because the three boys tied him up. He could not catch the runaway calf.
The boy had managed to escape. Boys had managed to escape. The bull had disturbed his sleep. B. He could not catch the runaway calf. Danai let out a piercing whistle because he wanted to practice what his father had taught him, know the location of the mother elephant, make the calf come towards them, scare the calf. C. C, yes. C. Make the calf come towards them. Answers keep there. We will, one more period is there in the afternoon, I think 2:30. Yes, at 2:30, one more period is there. Everyone should be there, and we will have to complete the remaining part of that lesson, and maybe that poem also, the Birds of Paradise, also in that period. So that one more unit only left. Okay. Circle the words that mean the same as the phrases in bold. Moved quietly on his toes. Tiptoed, crawled, hobbled, sensed. Which one is correct? Words in use. Words in use. Tiptoed. അത് സർക്കിൾ ചെയ്തോ. Tiptoed. Pushed with force. Stroked, probed, responded, rammed. Rammed. Climbed something high. Dashed, measured, paced, scaled. Scaled. Warm and loving, delightful, joyous, affectionate, gentle. Delightful. Wait. Warm and loving, delightful, joyous. രണ്ടും ശരിയാണ്, പക്ഷെ ഇതുമായിട്ട് കുറച്ചുകൂടെ ബന്ധപ്പെട്ട് ഈസി, കുറച്ചുകൂടെ നൈസ്. Affectionate love. Fill in the blanks with the suitable phrases from the box. Dismay writ large, expressed their delight, lost no time, gave the game away, let out a yell of alarm, watched the fun. Everybody dashed at Hina Sidhu, becoming world #1 in the 10 meters air pistol event according to the recent rankings by the International Shooting Sports Federation. Everyone? രണ്ടാമത്തെ B, yes. Expressed their delight. Expressed their delight. അതവിടെ ഒന്നെന്ന് എഴുതി വെച്ചാൽ മതി. The two children threw the ball high on Tommy and dashed as the dog ran for the ball. Watched the fun. Third one, the young bird watcher had dash on her face when she read the headline, "Rare birds vanish from Delhi's new jungle" in the newspaper. Dismay writ large, number 3. Grandma dashed when she saw a snake near the bathroom sink. Let out a yell of alarm. Our mother knew we had been up to the mischief as the guilty expression on my brother's face.
Our mother knew we had been up to the mischief, as the guilty expression on my mother's gave the game away. gave the game away. Good. On 4th May 2013, when Vanlal Khwaria, a 11-year-old boy of Mammoth, an 11-year-old boy of Mammoth, Mizoram, saw his friend drowning in a river, he dashed in, diving in to save the little girl. Lost no time. Samayam kalayade. Remaining, we will continue in the afternoon session, okay? That is better too. So everybody get ready then, and we will see in the afternoon. Don't be late. We will have to complete a little bit faster and more. Okay? Bye bye and see you then. Bye.